Dear students, welcome to English class. I hope with this video we can finish this short story. Okay, let's start. The third round followed the same course as the first. The third round happened the same course. Course means the same situation, same stage as the first round. But with one dramatic difference. But here there is a dramatic change. Okay, the third round, the narrator, the boy says that മൂന്നാമത്തെ പ്രാവശ്യവും happened, സംഭവിച്ചു. The same course, the same situation, അതേ സാഹചര്യം, അതേ കണ്ടീഷൻ, ഏതുപോലെ as the first round, ഒന്നാമത്തെ റൗണ്ട് പോലെ. പക്ഷേ with one dramatic difference, പക്ഷേ ഇവിടെ ഒരു ഡ്രമാറ്റിക് ചേഞ്ച്, ഒരു നാടകീയമായ വ്യത്യാസം അല്ലെങ്കിൽ ഒരു മാറ്റം ഇവിടെ ഉണ്ടായി. What is that? The crow and the myna still determined to take part in the proceedings. So that we discussed earlier, the two spectators, രണ്ട് സ്പെക്ടേറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, രണ്ട് വ്യൂവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ടു വാച്ച് ദ ഫൈറ്റ് ബിറ്റ്വീൻ മംഗൂസ് ആൻഡ് കോബ്ര. മംഗൂസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റ് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സ്പെക്ടേറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആരൊക്കെയായിരുന്നു? ഹു ആർ ദേ? ദ ക്രോ ആൻഡ് ദ മൈന. The crow and the myna still determined. The crow and the myna still determined means decided. അവർ തീരുമാനിച്ചു. To take part. To take part means to participate or to engage. ഒരു ഫ്രേസൽ വേർബാണ് ടേക്ക് പാർട്ട് എന്ന് പറയുന്നത്, പങ്കെടുക്കുക എന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. അപ്പം കാക്കയും ക്രോയും മൈനയും അപ്പോഴും തീരുമാനിച്ചു ടു ടേക്ക് പാർട്ട്, പങ്കെടുക്കാൻ, എൻഗേജ് ചെയ്യാൻ. എന്തിൽ? ഇൻ ദ പ്രൊസീഡിങ്സ്, ഇൻ ദ ഇവൻറ്റ്സ്, ഇൻ ദ ഫൈറ്റ്. ആ ഒരു ഫൈറ്റിൽ മംഗൂസും അതുപോലെ തന്നെ കോബ്രയും തമ്മിലുള്ള ഫൈറ്റിൻ്റെ ഭാഗമാകാൻ അപ്പോഴും ആര് തീരുമാനിച്ചു? സ്പെക്ടേറ്റേഴ്സ് ആയിട്ടുള്ള ക്രോയും മൈനയും തീരുമാനിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? വാട്ട് ഡിഡ് ദേ ഡു? ദേ ഡൈവ്ഡ് അറ്റ് ദ കോബ്ര. ബോത്ത് ഓഫ് ദം. ഹൂ ഡൈവ്ഡ്? ദ ക്രോ ആൻഡ് മൈന ഡൈവ്ഡ് അറ്റ് ദ കോബ്ര. കോബ്രക്ക് നേരെ ഡൈവ് ചെയ്തു. But this time, unfortunately, they missed each other. അല്ലേ? ഇതിനു മുമ്പ് അവരെന്താ ചെയ്തിരുന്നത്? കാക്ടസിൻ്റെ ബ്രാഞ്ചിൽ നിന്ന് അവർ മിഡ് എയറിലേക്ക് പറക്കും. അവർ പരസ്പരം ദേ വുഡ് ബംപ്, അല്ലേ? അവർ കൊളൈഡ് ചെയ്യും, പരസ്പരം കൂട്ടിമുട്ടും. അങ്ങനെയൊരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഷ്രീക്കിംഗ് ഈച്ച് അതർ ദേ വുഡ് ഫ്ലൈ ബാക്ക് ടു ദ കാക്ടസ് പ്ലാന്റ്, അല്ലേ? കാക്ടസ് പ്ലാന്റിലേക്ക് അവർ തിരിച്ചു പറക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു പ്രാവശ്യം അവർക്ക് പിഴച്ചു. എന്താണ് സംഭവിച്ചത് നോക്കാം. ദിസ് ടൈം, ഈ പ്രാവശ്യം ദേ മിസ്ഡ് ഈച്ച് അതർ. അവർക്ക് പരസ്പരം ദേ കുഡ് നോട്ട് ബംപ് ഈച്ച് അതർ. അവർക്ക് പരസ്പരം കൂട്ടിമുട്ടാൻ കഴിഞ്ഞില്ല. അവർക്ക് അവരുടെ ആ ഒരു ടാർഗറ്റ്, അല്ലേ? അവർക്ക് അവരുടെ ആ ഒരു പ്ലാൻ മിസ്സായി. ആസ് വെൽ ആസ് ദെയർ മാർക്ക്. അതുപോലെ തന്നെ അവരുടെ ടാർഗറ്റ്, അവരുടെ എയിം, അവരുടെ ഇൻറ്റൻഷൻ, അതും അവർക്ക് മിസ്സായി, അല്ലേ? അവർ ഷ്രീക്ക് ചെയ്തുകൊണ്ട് കോബ്രയെ ഒന്ന് എന്താ പറയുക, ഷോക്ക് ചെയ്യാൻ വേണ്ടി, പേടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഇങ്ങനെ ചെയ്തിരുന്നത്. പക്ഷേ അതും അവർക്ക് മിസ്സായിപ്പോയി, അവർക്ക് കഴിഞ്ഞില്ല. The myna flew on and reached its perch. മൈന അപകടം മനസ്സിലാക്കി. ഇനി കൂടുതൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് അപകടമാണ്, ഡേഞ്ചറാണ് എന്ന് മനസ്സിലാക്കിയ മൈന എന്ത് ചെയ്തു? The myna flew on and reached its perch. മൈന ഫ്ലൂ ബാക്ക് ടു ദ കാക്ടസ് പ്ലാന്റ്. കാക്ടസ് പ്ലാന്റിലേക്ക് എന്ത് ചെയ്തു? മൈന തിരിച്ചു പറന്നു. ആൻഡ് റീച്ച്ഡ് ഇറ്റ്സ് പെർച്ച്. പെർച്ച് മീൻസ് ബ്രാഞ്ച്. ഇറ്റ്സ് എ ന്യൂ വേർഡ്. ഓക്കെ, നോട്ട് ദ പോയിന്റ്. പേർച്ച് മീൻസ് ബ്രാഞ്ച്, കൊമ്പ്, ചില്ല. മൈൻ എന്ത് ചെയ്തു? തിരിച്ചു പറന്ന് കാക്ടസിൻ്റെ കൊമ്പിലേക്കെത്തി. പക്ഷേ ദ ക്രോ ട്രൈഡ് ടു പുൾ അപ്പ് ഇൻ മിഡ് എയർ ആൻഡ് ടേൺ ബാക്ക്. കാക്ക എന്ത് ചെയ്തു? ദ ക്രോ ട്രൈഡ് ടു പുൾ അപ്പ് ഇൻ മിഡ് എയർ. കാക്ക മിഡ് എയറിൽ നിന്ന്, ക്രോ മിഡ് എയറിൽ നിന്നും കോബ്രയുടെ അടുത്തേക്ക്, പത്തി വിടർത്തി നിൽക്കുന്ന കോബ്രയുടെ അടുത്തേക്ക് എത്തിയ ക്രോ എന്ത് ചെയ്തു? തിരിച്ച് മിഡ് എയറിൽ നിന്ന് പറക്കാൻ ശ്രമിച്ചു. കാക്ടസ് പ്ലാന്റിലേക്ക് പറക്കാൻ വേണ്ടി ശ്രമിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ക്രോ കുഡ് നോട്ട് ഡു ദാറ്റ്. എന്താ സംഭവിച്ചത്? വാട്ട് ഹാപ്പൻഡ്? വാട്ട് ഈസ് ദ കോൺസിക്വൻസ്? വാട്ട് വാസ് ദ റിസൾട്ട്? എന്തായിരുന്നു അതിൻ്റെ റിസൾട്ട്? നമുക്ക് നോക്കാം. അപ്പോൾ ക്രോ എന്ത് ചെയ്തു? തിരിച്ചു പറക്കാൻ ശ്രമിച്ചു. ആരെപ്പോലെ? മൈനയെപ്പോലെ. ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡു ദിസ്. അങ്ങനെ തിരിച്ചു പറക്കാൻ ക്രോ ഹാസ് ടു ടേക്ക് 1 second ടു ഫ്ലൈ ബാക്ക്. തിരിച്ചു പറക്കാൻ കാക്കക്ക് വേണ്ടിയിരുന്നത് ഒരു സെക്കൻഡാണ്. പക്ഷേ ആ സെക്കൻഡിനുള്ളിൽ, വിത്തിൻ ദാറ്റ് സെക്കൻഡ്, ദ കോബ്ര വിപ്പ്ഡ് ഹിസ് ഹെഡ് ബാക്ക്. കോബ്ര എന്ത് ചെയ്തു? വിപ്പ്ഡ്,
കോബ്ര തൻ്റെ ഹെഡ് പിന്നിലേക്ക് തിരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? കൊത്തി. അല്ലേ? തിരിച്ചു. ദ കോബ്ര വിപ്ഡ്, കോബ്ര ടേൺഡ്, കോബ്ര തിരിച്ചു. ഹിസ് ഹെഡ് ബാക്ക്, തൻ്റെ തല പിന്നിലേക്ക് തിരിച്ചു. ആൻഡ് സ്ട്രക്ക്, കാക്കയെ കൊത്തി. സ്ട്രക്ക്, കൊത്തി. വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, വിത്ത് ഗ്രേറ്റ് പവർ, ശക്തിയോടുകൂടി കൊത്തി. ഹിസ് സ്നൗട്ട്, പാമ്പിൻ്റെ സ്നൗട്ട്, വായ. തഡിങ്, അത് എന്ത് ചെയ്തു? തഡ് ശബ്ദമുണ്ടാക്കി. തഡിങ് എന്നുദ്ദേശിക്കുന്നത് സൗണ്ടാണ്. അതായത് ഒരു വസ്തു തറയിലേക്ക് വീഴുമ്പോണ്ട ഒരു റബ്ബർ പോലെയുള്ളൊരു വസ്തു തറയിലേക്ക് വീഴുമ്പോണ്ടാകുന്ന ഒരു ശബ്ദത്തെയാണ് തഡ് എന്ന് പറയുന്നത്. ഇവിടെ പാമ്പിൻ്റെ വായ എന്ത് ചെയ്തിട്ടുണ്ട്? കാക്കയുടെ ശരീരത്തിലേക്ക് ആ കൊത്തുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തെയാണ് പറയുന്നത്. ഹിസ് സ്നൗട്ട് തഡിങ് അഗെയിൻസ്റ്റ് ദ ക്രോസ് ബോഡി, കാക്കയുടെ ആ ശരീരത്തിലേക്ക് തഡ് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വലിയ ശക്തിയോടുകൂടി കാക്കയെ പാമ്പ് എന്ത് ചെയ്തു? കൊത്തി. I saw the bird flung nearly 20 feet across the garden. The narrator says that he saw the crow was thrown away 20 feet across the garden. ഞാൻ കണ്ടു the bird, ആ കാക്ക, ഫ്ലങ്, എറിയപ്പെടുന്നതായിട്ട്, തെറിച്ചു പോകുന്നതായിട്ട്. ഫ്ലങ്, ത്രോൺ, എറിയപ്പെടുക, തെറിച്ചു പോവുക എന്നൊക്കെയാണ്. നിയർലി, ഏകദേശം 20 feet, 20 അടി അക്രോസ് ദ ഗാർഡൻ. പാമ്പിൻ്റെ കൊത്തേറ്റ് ആ ശക്തി കൊണ്ട് പൂന്തോട്ടത്തിലൂടെ 20 അടി തെറിച്ചു പോകുന്നതായിട്ട് ഞാൻ കണ്ടു. അങ്ങനെ തെറിച്ചു പോയതിനു ശേഷം, ആഫ്റ്റർ ഫ്ലറ്ററിങ് അബൌട്ട് ഫോർ എ വൈൽ, കുറച്ചു നേരം അവിടെ ചിറകടിച്ചതിന് ശേഷം, ഇറ്റ് ലേ സ്റ്റിൽ, അത് നിശ്ചലമായി കിടന്നു. ദാറ്റ് മീൻസ് ദ ക്രോ ഡൈഡ്. The myna remained on the cactus plant. After watching all these events, ഈ സംഭവങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട്, the myna stayed on the cactus plant. ആ കള്ളിമുൾച്ചെടിയിൽ മൈന അങ്ങനെ തന്നെ നിന്നു, പിന്നെ മൂവ് ചെയ്തില്ല. വെരി വൈസ്ലി, വളരെ ബുദ്ധിമാനായിക്കൊണ്ട് നിന്നു, വളരെ ബുദ്ധിമാനായിക്കൊണ്ട്. റിഫ്രെയിൻഡ്, സ്റ്റോപ്ഡ്, അല്ലെങ്കിൽ വിട്ടുനിന്നു. മൈന വളരെ ബുദ്ധിമാനായിക്കൊണ്ട് വിട്ടുനിന്നു. എവിടുന്ന്? ഫ്രം ഇൻ്റർഫിയറിങ് അഗെയിൻ, ഫ്രം എൻഗേജിങ് അഗെയിൻ ഇൻ ദ ഫൈറ്റ് ഓഫ് മംഗൂസ് ആൻഡ് കോബ്ര. കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റിൽ ഇൻ്റർഫിയർ ചെയ്യാറെന്താ? ഇടപെടുന്നതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് വളരെ ബുദ്ധിമാനായിക്കൊണ്ട് ആ കാക്ടസ് പ്ലാന്റിൽ മൈന അവിടെ തന്നെ നിന്നു എന്നാണ് പറയുന്നത്. ദ കോബ്ര വാസ് വീക്കനിങ് ആൻഡ് ദ മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ് raised himself on his short legs and with a lightning snap had the big snake by the snout. The cobra was weakening. Because of the continuous fight, the cobra became tired. കോബ്ര തളർന്നു വരുന്നുണ്ടായിരുന്നു, കോബ്ര ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. But in the case of mongoose, പക്ഷേ കീരിയെ സംബന്ധിച്ചിടത്തോളം, വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്, പാമ്പിൻ്റെ അടുത്തേക്ക് ഭയമില്ലാതെ നടന്നുകൊണ്ട്, റേസ്ഡ് ഹിംസെൽഫ്, അവൻ സ്വയം ഉയർന്നു. ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്, അവൻ്റെ ചെറിയ കാലുകളിൽ അവൻ ഉയർന്നു നിന്നു. എന്നിട്ടോ, ആൻഡ് വിത്ത് ലൈറ്റനിങ് സ്നാപ്പ് മീൻസ് ഹെവി സ്നാപ്പ്, ശക്തമായ അടി. സ്നാപ്പ് മീൻസ് ബീറ്റിംഗ്, ശക്തമായ അടി. ഹാഡ് ദ ബിഗ് സ്നേക്ക്, ആ വലിയ പാമ്പിന് നൽകുകയുണ്ടായി. ബൈ ദ സ്നൗട്ട്, ഓൺ ഹിസ് ഫേസ്, ഓൺ ദ ഫേസ് ഓഫ് ദ സ്നേക്ക്, പാമ്പിൻ്റെ മുഖത്ത്. സ്നൗട്ട്, മുഖത്ത് എന്ത് ചെയ്തു? സ്നൗട്ട് മീൻസ് നോസ് ആൻഡ് മൗത്ത്, വായയും മൂക്കും അടച്ചുകൊണ്ട് എന്ത് ചെയ്തു? പാമ്പിൻ്റെ മുഖത്ത് ആ വലിയ പാമ്പിന് ഒരു ലൈറ്റനിങ് സ്നാപ്പ് കൊടുത്തു, ഹെവി സ്ലാപ്പ് കൊടുത്തു. ആര്? സ്നാപ്പ് എന്ന് പറഞ്ഞാൽ സ്ലാപ്പ് അല്ലെങ്കിൽ ബീറ്റിംഗ്, അടി കൊടുത്തു. ആര്? മംഗൂസ്. ദ കോബ്ര റിത്ത്ഡ്, ആ അടി കൊണ്ടപ്പോൾ കോബ്രയുടെ അവസ്ഥ എന്തായിരുന്നു? ദ കോബ്ര റിത്ത്ഡ്, കോബ്ര എന്ത് ചെയ്തു? ട്വിസ്റ്റഡ് ഇറ്റ്സ് ബോഡി എന്നാണ് ശരിക്കും. റിത്ത്ഡ് എന്ന് പറഞ്ഞാൽ പുളഞ്ഞു വരില്ല, വേദന കൊണ്ട് പുളയുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുതന്നെയാണ്. ദ കോബ്ര റിത്ത്ഡ്, കോബ്ര വേദന കൊണ്ട് പുളഞ്ഞു. ട്വിസ്റ്റഡ് ഇറ്റ്സ് ബോഡി ആൻഡ് ലാഷ്ഡ്, എന്നിട്ട് എന്ത് ചെയ്തു? ആ വേദന കൊണ്ട്, അല്ലേ, നമുക്ക് ശരീരമൊക്കെ നമ്മൾ വേദനിപ്പിക്കും, നമ്മൾ തിരിച്ചുണ്ടല്ലോ, നമ്മൾ ആ വേദന കൊണ്ട് തിരിച്ചറ്റാക്ക് ചെയ്യുന്നത്. അതുപോലെ ആൻഡ് ലാഷ്ഡ് ആൻഡ് സ്ട്രക്ക്, പാമ്പ് കൊത്തി. എബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ, പേടിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന രീതിയിൽ ആര് തിരിച്ചു കൊത്തി? മംഗൂസിനെ പാമ്പ് കൊത്തി. ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ് സെൽഫ് അബൌട്ട് ദ മംഗൂസ്. എന്ത് ചെയ്തു? ഈവൻ കോയിൽഡ്, റൗണ്ടഡ്,
മംഗൂസിന് എന്ത് ചെയ്തു? പാമ്പ് ചുറ്റി. ഇറ്റ് സെൽഫ് അബൌട്ട് ദ മംഗൂസ്. മംഗൂസിൻ്റെ ശരീരത്തിൽ പാമ്പ് എന്താ പറയുക, ചുറ്റുവരിഞ്ഞു. ബട്ട് ഓൾ, പക്ഷേ ടു നോ അവെയിൽ, നോ റിസൾട്ട്, നോ ബെനിഫിറ്റ്. പക്ഷേ അതിൽ നിന്നൊക്കെ പാമ്പ് ചുറ്റി വരിയാൻ നോക്കി. ആരെ? മംഗൂസിനെ ചുറ്റി വരിയാൻ നോക്കി. അതുപോലെ തന്നെ ഒരുപാട് തവണ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി, കൊത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ നോ അവെയിൽ, നോ റിസൾട്ട്, ഒരു ഫലവും ഉണ്ടായില്ല, ഒരു റിസൾട്ടും ഉണ്ടായില്ല. ദ ലിറ്റിൽ ഫെലോ ഹങ് ഗ്രിംലി ഓൺ. ദ ലിറ്റിൽ ഫെലോ, ആരാ ലിറ്റിൽ ഫെലോ? മംഗൂസ്. മംഗൂസ് എന്ത് ചെയ്തു? ഹങ് ഗ്രിംലി ഓൺ. ഗ്രിംലി മീൻസ് സ്ട്രോങ്ലി ഓൺ. സ്നേക്കിൻ്റെ പുറത്ത് ശക്തമായി കടിച്ചു തൂങ്ങി. ദ ലിറ്റിൽ ഫെലോ ഹങ് ഗ്രിംലി ഓൺ സ്ട്രോങ്ലി. ഗ്രിംലി മീൻസ് സ്ട്രോങ്ലി. ശക്തമായി പാമ്പിൻ്റെ പുറത്ത് കടിച്ചു തൂങ്ങി. ആര്? കീരി. ഏത് വരെ എന്നറിയോ? അൻറ്റിൽ ദ സ്നേക്ക് ഹാഡ് സീസ്ഡ് ടു സ്ട്രഗിൾ, അൻറ്റിൽ ദ സ്നേക്ക് സ്റ്റോപ്ഡ് ഹിസ് ഫൈറ്റ്. ഓക്കെ, ദ ലിറ്റിൽ ഫെലോ ഹങ്, ആ സെൻറ്റൻസിൻ്റെ മീനിങ് ഞാൻ ഒന്നുകൂടി പറയാം. ദ ലിറ്റിൽ ഫെലോ ഹങ് ഗ്രിംലി ഓൺ അൻറ്റിൽ ദ സ്നേക്ക് ഹാഡ് സീസ്ഡ് ടു സ്ട്രഗിൾ മീൻസ് ദ മംഗൂസ് ഹങ് സ്ട്രോങ്ലി ഓൺ ദ ബാക്ക് ഓഫ് ദ സ്നേക്ക് അൻറ്റിൽ ദ സ്നേക്ക് സ്റ്റോപ്ഡ് ഇറ്റ്സ് ഫൈറ്റ്. അതായത് പാമ്പ് തൻ്റെ പോരാട്ടം, തൻ്റെ ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ കീരി എന്ത് ചെയ്തു? മംഗൂസ് എന്ത് ചെയ്തു? ആ സ്നേക്കിൻ്റെ പുറത്ത് കടിച്ചു തൂങ്ങി. സീസ്ഡ് മീൻസ് സ്റ്റോപ്ഡ്, സ്ട്രഗിൾ മീൻസ് ഫൈറ്റ്. ഹി ദെൻ സ്മെൽറ്റ് അലോങ് ഇറ്റ്സ് ക്യൂവറിംഗ് ലെങ്ത്. പാമ്പ് ഒരു ഭാഗത്തായിട്ടുണ്ട്. മംഗൂസിൻ്റെ കടിയേറ്റിട്ട് ഏകദേശം പാമ്പിൻ്റെ ജീവൻ പോയിട്ടുണ്ട്. ഹി ദെൻ സ്മെൽറ്റ് മീൻസ് സ്മെൽ എന്നുള്ള വാക്കിൻ്റെ പാസ്റ്റാണ് സ്മെൽറ്റ്. ഹി ദെൻ സ്മെൽറ്റ് അലോങ് ഇറ്റ്സ് ക്യൂവറിംഗ് ലെങ്ത്. ക്യൂവറിംഗ് മീൻസ് ഷിവറിംഗ് എന്നാണ്. ലെങ്ത് മീൻസ് അതിൻ്റെ ശരീരം, അതിൻ്റെ ബോഡി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹി ദെൻ സ്മെൽറ്റ്, മംഗൂസ് എന്ത് ചെയ്തു? വാസനിച്ച് നോക്കി. എലോങ് ഇറ്റ്സ് ക്യൂവറിംഗ് ലെങ്ത്, വിറച്ചുകൊണ്ടിരിക്കുന്ന പാമ്പിൻ്റെ ശരീരത്തിലുടനീളം എന്ത് ചെയ്തു? ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ജീവനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും. ഓക്കെ, ആൻഡ് ഗ്രിപ്പിംഗ്, അതിനുശേഷം അങ്ങനെ ഉറപ്പ് വരുത്തിയതിന് ശേഷം, ജീവനില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ് റൗണ്ട് ദ ഹുഡ്. കീരി എന്ത് ചെയ്തു? പാമ്പിൻ്റെ പത്തിക്ക് പിടിച്ചു. ഡ്രാഗ്ഡ്, എന്നിട്ട് വലിച്ചിഴച്ചു. പാമ്പിനെ ഇൻ ടു ദ ബുഷസ്, കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ദ മൈന ഡ്രോപ്ഡ്, ഇതിന് ശേഷം ദ മൈന ഡ്രോപ്ഡ്, മൈൻ എന്ത് ചെയ്തു? ആ കാക്ടസിൽ നിന്ന് ഇറങ്ങി. കോഷ്യസ്ലി, കെയർഫുള്ളി, വളരെ ശ്രദ്ധയോടുകൂടി ഇറങ്ങി. ടു ദ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. എന്നിട്ട് വാക്ക്ഡ് അബൌട്ട്, ചാടി നടന്നു. ഓക്കെ, ഹോപ്ഡ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രതീക്ഷിച്ചു എന്നല്ല. ഹോപ്ഡ് മീൻസ് വാക്കിംഗ് ഓഫ് ബേർഡ്സ് എന്നാണ്. പക്ഷികൾ നടക്കുന്നത് കണ്ടിട്ടില്ലേ, അതാണ് ഹോപ്ഡ് അബൌട്ട്. മൈൻ എന്ത് ചെയ്തു? നടന്നു ചെന്നു ആ ഒരു ബുഷിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് പിയേർഡ് ഇൻ ടു ദ ബുഷസ്. പിയേർഡ് മീൻസ് ലുക്ഡ് ഇൻ ടു ദ ബുഷസ്. പാമ്പിനെ കൊണ്ടുപോയിട്ട ആ ബുഷസിലേക്ക്, ആ കുറ്റിക്കാട്ടിലേക്ക് എന്ത് ചെയ്തു? ആര് നോക്കി? മൈന നോക്കി. എങ്ങനെ? ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്, സുരക്ഷിതമായി. കീപ്പിംഗ് എ സേഫ് ഡിസ്റ്റൻസ്, സുരക്ഷിതമായ ഒരു അകലം പാലിച്ചു കൊണ്ടാണ് നോക്കിയത്. ആൻഡ് ദെൻ, അതിനുശേഷം, ഉറപ്പുവരുത്തിയതിന് ശേഷം, ആൻഡ് ദെൻ വിത്ത് എ ഷ്രിൽ ക്രൈ ഓഫ് കൺഗ്രാജുലേഷൻ, അതായത് ഷ്രിൽ ക്രൈ ഓഫ് കൺഗ്രാജുലേഷൻ, അഭിനന്ദനത്തിൻ്റെ ഒരു കരച്ചിലോടുകൂടി ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഫ്ലൂ അവേ, മൈന പറന്നുപോയി. ആക്ച്വലി മൈന ബിക്കെയിം ഹാപ്പി ഹിയർ. എന്താ കാരണം? വാട്ട്സ് ദ റീസൺ? യെസ്, ദ സ്നേക്ക് വാസ് കിൽഡ് ബൈ ദ മംഗൂസ്. അപ്പോൾ ഷ്രിൽ എന്ന് പറഞ്ഞാൽ ലൗഡ് എന്നാണ്. ഓക്കെ, കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞാൽ അഭിനന്ദനം. ഓക്കെ, അപ്പോൾ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ഷ്രിൽ ക്രൈ ഓഫ് കൺഗ്രാജുലേഷൻ, അഭിനന്ദനത്തിൻ്റെ ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മൈന പറന്നുപോയി. When I had also made a cautious descent from the tree and returned to the house, the boy also, who had been watching the fights between the mongoose and cobra, the boy also dropped from the banyan tree. ഞാനും എന്ത് ചെയ്തു? ആ ആൽമരത്തിൽ നിന്ന് ഒരു കോഷ്യസ് ഡിസെൻഡ്, കെയർഫുൾ ഡിസെൻഡ്, വളരെ ശ്രദ്ധയോടുകൂടി ഞാനും എന്ത് ചെയ്തു? ഇറങ്ങി. ഓക്കെ, മെയ്ഡ് മീൻസ് നടത്തി. വെൻ ഐ ഹാഡ് ഓൾസോ മെയ്ഡ് എ കോഷ്യസ് ഡിസെൻഡ് ഫ്രം ദ ട്രീ ആൻഡ് റിട്ടേൺ ടു ദ ഹൗസ്, ഞാൻ ആ ആൽമരത്തിൽ നിന്ന് ശ്രദ്ധയോടുകൂടി ഇറങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. എന്നിട്ടോ ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഐ ഹാഡ് സീൻ, ഞാൻ കണ്ടിട്ടുള്ള ഫൈറ്റിനെ കുറിച്ചിട്ട് ഞാൻ ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു.
He was pleased that the mongoose had won. Grandpa became so happy when he knew that the mongoose had won in the fight. ഈ ഒരു മത്സരത്തിൽ, ഈ ഒരു ഫൈറ്റിൽ മംഗൂസ് വിജയിച്ചിട്ടുണ്ട്, മംഗൂസ് ജയിച്ചു എന്നറിഞ്ഞതിൽ ഗ്രാൻഡ്പ വളരെയധികം സന്തോഷവാനായി. He had encouraged it to live in the garden. Actually, Grandpa had allowed the mongoose to live in his garden. ആ പൂന്തോട്ടത്തിൽ, ഗ്രാൻഡ്പയുടെ ഗാർഡനാണത്, ആ ഗ്രാൻഡ്പയുടെ പൂന്തോട്ടത്തിൽ ജീവിക്കാനുള്ള അനുമതി ഈ മംഗൂസിന് ഗ്രാൻഡ്പ നൽകിയിട്ടുണ്ടായിരുന്നു. എൻകറേജ്ഡ് മീൻസ് പ്രോത്സാഹനം നൽകുക എന്നാണ്. ആക്ച്വലി ഗ്രാൻഡ്പ ഹാഡ് ഗിവൺ പെർമിഷൻ ടു ദ മംഗൂസ് ടു ലിവ് ഇൻ ഹിസ് ഗാർഡൻ. ഫോർ വാട്ട്? എന്തായിരുന്നു? ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അങ്ങനെ കീരിയെ ജീവിക്കാൻ അനുവദിക്കാൻ എന്താ കാരണം? ടു കീപ്പ് അവേ ദ സ്നേക്സ്. ടു കീപ്പ് അവേ ദ സ്നേക്സ്. ഓക്കെ, ടു കീപ്പ് അവേ ഫ്രം ദ ടു കീപ്പ് അവേ ദ സ്നേക്സ്. ആ പൂന്തോട്ടത്തിൽ നിന്ന് പാമ്പുകൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് കീരിയെ അവിടെ ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചൺ. മാത്രമല്ല, ആൻഡ് ഫെഡ് ഇറ്റ്, ഫെഡ് എന്ന് പറഞ്ഞാൽ ഫീഡ്, ഭക്ഷണം നൽകുക എന്നാണ് കേട്ടോ. ഫെഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീറ്റുമാണ്. ഫീഡ്, ഫെഡ്. ഓക്കെ, ആൻഡ് ഫെഡ് ഇറ്റ്. മാത്രമല്ല, ആ മംഗൂസിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. റെഗുലർലി, ഡെയിലി, ഓക്കെ, ദിവസവും. വിത്ത് സ്ക്രാപ്സ് മീൻസ് പീസസ് ഫ്രം ദ കിച്ചൺ. അടുക്കളയിൽ നിന്ന് ബാക്കി വരുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ, സ്ക്രാപ്സ്, ഭക്ഷണത്തിൻ്റെ തുണ്ടുകൾ, ഭക്ഷണ അവശിഷ്ടങ്ങൾ സ്ഥിരമായിട്ട് ഈ മംഗൂസിന് ഗ്രാൻഡ്പ നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ മംഗൂസിനെ ഈ ഗാർഡനിൽ പാമ്പുകളെ ഓടിക്കാൻ വേണ്ടിയിട്ട്, പാമ്പുകളെ ഗാർഡനിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് കീരിയെ അവിടെ ജീവിക്കാൻ, തൻ്റെ ഗാർഡനിൽ ജീവിക്കാൻ ഗ്രാൻഡ്പ അനുവദിച്ചു. He had never tried taming it. പക്ഷേ ഗ്രാൻഡ്പ അങ്ങനെ ആ മംഗൂസിനെ തൻ്റെ ഗാർഡനിൽ ഇഷ്ടം പോലെ ജീവിക്കാൻ അനുവദിച്ചെങ്കിലും he had never tried, ഗ്രാൻഡ്പ ഒരിക്കലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല taming it. taming ആണ് to domesticate, to make it a pet animal. അതിന് വളർത്താൻ വേണ്ടിയിട്ട് ഒരു പെറ്റ് അനിമലാക്കാൻ ഗ്രാൻഡ്പ ഒരിക്കലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. he had never tried, ഗ്രാൻഡ്പ ഒരിക്കലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല ടൈമിങ് ഇറ്റ്, അതിനെ ഇണക്കി വളർത്താൻ. ബിക്കോസ് കാരണം എന്താണെന്നറിയോ? വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ. വൈൽഡ് മംഗൂസ്, ഈ കാട്ടുകീരി, വാസ് മോർ യൂസ്ഫുൾ, വളരെയധികം ഉപകാരപ്രദമാണ് ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ, വളർത്തുന്ന പെറ്റ് മംഗൂസിനേക്കാൾ, വളർത്തിക്കൊണ്ടുവരുന്ന കീരിയേക്കാൾ എന്തുകൊണ്ടും ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ എന്താ പറയുക, പിടിച്ചു നിൽക്കാൻ, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് വൈൽഡ് മംഗൂസാണ്. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ്പ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ലായിരുന്നു? ആ മംഗൂസിനെ ഇണക്കി വളർത്താൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, കാരണം വൈൽഡ് മംഗൂസാണ് ഡൊമസ്റ്റിക്കേറ്റഡ് മംഗൂസിനേക്കാൾ ഉപകാരപ്രദമായ ഒന്ന് എന്ന് ഗ്രാൻഡ്പ വിശ്വസിച്ചു.